ഹായ് ഫ്രണ്ട്സ്, കേരള നവോത്ഥാനം എല്ലാവിധ PSC പരീക്ഷകളിലും ആവർത്തിക്കുന്ന ഒരു ചോദ്യമേഖലയാണ്. അതിപ്പോൾ ജനറൽ PSC പരീക്ഷ ആയിക്കോട്ടെ, സബ്ജക്റ്റ് വൈസ് PSC എക്സാമിനേഷൻ ആയിക്കോട്ടെ. സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ 80 മാർക്ക് ആ റിലേറ്റഡ് സബ്ജക്റ്റും ബാക്കി 20 മാർക്ക് കേരള റെനൈസൻസ്, കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും PSC നടത്തുന്ന ഏകദേശം 95% പരീക്ഷകളിലും എന്താണ് നവോത്ഥാനം ചോദ്യമേഖല വരാറുണ്ട്. നമുക്ക് നവോത്ഥാനത്തിൽ ഒരു 50-60 നവോത്ഥാന നായകരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് പഠിക്കുക. പക്ഷേ ഈ നവോത്ഥാന നായകർ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സാമ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ സംഘടനയുടെ പേരാകാം, മാസികയുടെ പേരാകാം, ആശയപ്രചരണത്തിന്റെ പേരാകാം, എന്തോ ആയിക്കോട്ടെ. നമ്മൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നവോത്ഥാനത്തിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് കിട്ടും. കാരണം നവോത്ഥാന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടുതൽ പേരും എഴുതാതെ വരാറില്ല. അബദ്ധത്തിൽ തെറ്റിക്കുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് നമുക്ക് ഈ ചാനലിലൂടെ കേരള നവോത്ഥാനം സമ്പൂർണ്ണമായി പഠിക്കാം. ഒരു 10 മിനിറ്റ് ഓരോ ദിവസവും കണ്ടന്റ് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. അന്നേ ദിവസം തന്നെ ഒരു 10 മിനിറ്റ് റീസെന്റായി PSC ചോദിച്ച ചോദ്യവും കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടാവും. മാക്സിമം 10 മിനിറ്റ് ആണ്. അപ്പോൾ ഒരു കണ്ടന്റ് വീഡിയോയ്ക്കും ഒരു PYQ സെഷനും കൂടെ പരമാവധി 20 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ നീക്കി വെച്ചാൽ 3 മാസം കൊണ്ട് നവോത്ഥാനം നിങ്ങൾക്ക് സെറ്റാക്കാം. തുച്ഛമായ സമയം മാത്രമേ നീക്കി വെക്കാൻ പറയുള്ളൂ. നവോത്ഥാനം സെറ്റാക്കാം. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന എല്ലാ പരീക്ഷയിലും 1 മാർക്ക് പോലും നവോത്ഥാന മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് പോകത്തില്ല. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.